ഹോർമൂസ് കടലിടുക്കിൽ യുഎസ് ഉപരോധം തുടങ്ങി ഇറാന്റെ കപ്പലുകളെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി. അതേസമയം ലോകത്തിന്റെ പ്രധാന ജലപാതയെന്ന് വിശേഷിപ്പിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ഒരു യുദ്ധമുഖമായി മാറുമെന്ന ആശങ്ക ഉയരുകയാണ്. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുഗമമായ ഒഴുക്ക് വീണ്ടെടുക്കാൻ ഹോർമൂസ് ആശങ്ക പരിഹരിക്കേണ്ടത് അനിവാര്യമായിട്ടും ഇവിടെ ആശങ്ക വിട്ടൊഴിയുന്നില്ല. 800-ലധികം കപ്പലുകളാണ് ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. പാകിസ്ഥാനിൽ നടന്ന സമാധാന ചർച്ചകൾ വഴിമുട്ടിയതോടെ ഗൾഫിലും ചെറിയ തോതിൽ ആശങ്ക ഉയർന്നിരിക്കുകയാണ്. ഇത്തവണ ഇറാനും യുഎസ് തമ്മിൽ യുദ്ധ പോരാട്ടം മിസൈലുകൾ തമ്മിലല്ല, മറിച്ച് കടൽ വെള്ളത്തിനടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന മൈനുകൾ തമ്മിലായിരിക്കും ഈ പോരാട്ടം. ഇറാൻ ആയിരക്കണക്കിന് മൈനുകൾ കടലിനടിയിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇത് നീക്കം ചെയ്യാൻ അമേരിക്ക അത്യാധുനിക അണ്ടർ വാട്ടർ ഡ്രോണുകളെയും ഹെലികോപ്റ്ററുകളെയും രംഗത്തിറക്കി പരിശോധിക്കുകയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ദൗത്യം ഹോർമുസ് കടലിടുക്കിൽ നടന്നുവരികയാണ്. ഏകദേശം 2000 മുതൽ 6000 വരെ മൈനുകൾ ഇറാൻ ഇവിടെ സ്ഥാപിച്ചുവെന്നാണ് കണക്ക്. ഇതിൽ പല മൈനുകൾ എവിടെയാണെന്നത് പോലും ഇറാന് ഓർമ്മയില്ല. ഇപ്രകാരം കൃത്യമായ വിവരം ഇല്ലാത്തത് മറ്റൊരു ഭയാനകമായ വസ്തുതയായി മാറുകയാണ്. ഹോർമുസ് കടലിടുക്കിനെ ഒരു മരണക്കെണിയാക്കി മാറ്റിയ അവസ്ഥയാണിത്. ചെറിയൊരു അബദ്ധം സംഭവിച്ചാൽ വലിയ കപ്പലുകൾ ഇവിടെ വൻ ദുരന്തത്തിൽപ്പെടുമെന്ന് ഉറപ്പാണ്. ഇതും ചരക്കു ഗതാഗത വിപണിയെ വലിയ രീതിയിൽ ബാധിക്കുന്നു. ലോകത്ത് ഉൽപ്പാദിക്കപ്പെടുന്ന പെട്രോളിയത്തിന്റെ 20%, ദ്രാവക പ്രകൃതിവാതകത്തിന്റെ 20% കടന്നുപോകുന്ന ഏക ഇടനാഴിയാണ് ഹോർമുസ് കടലിടുക്ക്. നിലവിൽ ഈ പാത ഇറാൻ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. നിലവിൽ 800-ലധികം കപ്പലുകളാണ് ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക ഉപരോധം ആരംഭിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വന്നു. ഇതും ഹോർമുസ് ആശങ്ക ഇരട്ടിയാക്കുന്നു. അതേസമയം തുറമുഖങ്ങൾക്ക് ഭീഷണി നേരിട്ടാൽ അതിന്റെ പ്രത്യാഘാതം ഗൾഫ് മേഖലയിലാകെ പടരുമെന്ന് ഇറാൻ ആവർത്തിച്ച് ഭീഷണി മുഴക്കുന്നതും മറ്റൊരു വെല്ലുവിളിയാണ്. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.